ഇവരെന്താ കരുതിയിരിക്കുന്നത്? എന്നെ എന്റെ മുറിയിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് എന്റെ കുടുംബത്തിന് സൈഡാക്കാന്നോ? അല്ലെങ്കിൽ തന്നെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞ് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഒരു കാര്യവും മനസ്സിലാവുന്നില്ല. എന്റെ തല വല്ലാണ്ട് ചൂടായിരിക്കാ ബണ്ടി. മര്യാദയ്ക്ക് ഇതെല്ലാം എടുത്തോണ്ട് പോവാൻ നോക്ക്. വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. ഇത് ബണ്ടിയല്ല, ഭാര്യയാ. രണ്ട് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. ഏതാ കഴിക്കുന്നതെന്ന് പറ. നന്നായി എൻജോയ് ചെയ്ത് കഴിക്കാം. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്ന് കഴിക്കാൻ. എന്നാ അങ്ങോട്ട് നോക്കിയേ. അച്ഛനൊക്കെ എന്ത് രസമായിട്ടാ എൻജോയ് ചെയ്ത് കഴിക്കുന്നതെന്ന്. എത്ര സന്തോഷത്തിലാന്ന് നോക്കിയേ. അദ്ദേഹത്തെ കാണുമ്പോ എന്താ തോന്നുന്നേന്നറിയോ? സന്തോഷത്തിന് പ്രായവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്ന്. അദ്ദേഹത്തിന് ഇപ്പൊ ഈ പ്രായത്തില് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നിനക്കെന്താ? എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് കഴിക്കുന്നത്? ശബ്ദം ഉണ്ടാക്കാതെ കഴിക്കാൻ അറിയില്ല നിനക്ക്? ഇല്ല, ശബ്ദം ഇല്ലാതെ കഴിച്ചാലേ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ശരിക്കും ടേസ്റ്റ് വിടയില്ലേ? ഇങ്ങനെ തന്നെ കഴിക്കണം. ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെ കൊതിയടക്കിയിരിക്കും. കുട്ടിക്കാലം മുതൽ ഇതിന്റെ വീക്ക്നെസ് ആയിട്ടുള്ള സാധനം. അല്ല, നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമോ? വലിച്ചു കുടിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഈ ഐസിന്റെ സ്വാദിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിക്ക്, ഞാൻ കഴിച്ചു കാണിച്ചു തരാം. കണ്ടോ? എന്താ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അതിപ്പോ ചിരിയല്ലേ? പെർമിഷൻ വാങ്ങിച്ചിട്ട് വരുന്നല്ലോ. പെർമിഷൻ? അല്ല, എന്താ ഇത്? എന്താ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ? എന്താ പരിപാടി? ഓൺ ഡ്യൂട്ടിയില്ല, മിണ്ടാതിരിക്കേ. അനീതി കണ്ടോ? നല്ല സന്തോഷത്തിലല്ലേ? നേരത്തെ തന്ന പൈസയൊക്കെ ഇതുപോലുള്ള കാര്യത്തിന് ചിലവായി. അടുത്ത തുക ഒരു 15 ദിവസം കഴിഞ്ഞ് തരാൻ മറക്കരുത്. ഓക്കെ മാഡം. എന്റെ ലക്ഷ്മി മാതാവേ, എന്നെ സമ്മതിച്ചിരിക്കുന്നു. ദേവിയുടെ ശരിക്കുള്ള ഭക്ത നീ തന്നെയാ. ലക്ഷ്മി ദേവി ശരണം ശരണം. സ്വർണത്തിന്റെ മുട്ടയിടുന്ന താറാവാണ് ഇഷ. ഇവളെ അത്ര എളുപ്പത്തിൽ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പറ്റത്തില്ലല്ലോ. നോക്ക്, നമ്മുടെ ഇഷ ഇവിടെ എത്ര സന്തോഷത്തോടെയാ. അതെ ചേട്ടത്തി, ഞാൻ സത്യത്തിൽ കാത്തിരിക്കുന്ന അവള് ഞാൻ സ്വയം എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാൻ വരുന്ന ദിവസത്തിന് വേണ്ടിയാ. അച്ഛൻ എന്താ?
ഒന്ന് നിന്നേ മോളെ, നീ പ്രഗ്നന്റ് ആണ്, കുനിയാൻ പാടില്ല. ഞാൻ എടുത്തു തരാം. അയ്യേ, ഇതിന്റെ ആവശ്യം എന്താ വെച്ചാ? ഇതൊക്കെ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. മോളെ, ഇത് നിനക്ക് വേണ്ടി അമ്മ കൊണ്ടുവന്ന മരുന്നാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ കഴിക്കണം. ഇത് കഴിക്കുന്നത് കൊണ്ട് ആൺകുട്ടിയെ ജനിക്കൂ. ആ, ഈ വീട്ടിലെ വിളക്ക്, ഈ വീടിന്റെ അവകാശി. ദാ. ആ, പിന്നെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, നല്ലതുപോലെ വിശ്രമിക്കുക. എങ്കിലേ വരാൻ പോകുന്ന പേരക്കിടാവ് ആരോഗ്യവാനായിട്ടിരിക്കും. ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നിന്റെ കാര്യങ്ങളെല്ലാം അവർ നന്നായിട്ട് നോക്കിക്കൊള്ളും. നന്നായിരിക്കുക. ഞാൻ പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് ഈ മുറിവും കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത് ബുദ്ധിമുട്ടായിരിക്കും ആരും. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഞാൻ കാരണം നിന്റെ ഐസ് ടിക്ക് താഴെ പോയല്ലോ. അത് സാരല്ല, പോട്ടെ. നീ ഓക്കെ അല്ലേ? സംഭവം ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ കൂടെ സൂരജ് ഉണ്ടായിരുന്നല്ലോ. സൂരജ് പോയത് പോട്ടെ, സാരമില്ല. എന്റെ ഐസ്ക്രീം എടുത്തോ. സോറി മാഡം, എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനവും വേണ്ട. സൂരജ്, സൂരജ് ഒന്ന് നിന്നേ. നീ തളർന്നു പോകരുത് ദിശ. ഒരു ദിവസം തീർച്ചയായും സൂരജ് നിന്നോട് നന്നായി പെരുമാറും. അമ്മയോ മുത്തശ്ശി ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ, എന്റെ കൂടെ നിങ്ങൾക്ക് നല്ല തല്ല് കിട്ടും കേട്ടോ ചിറ്റമ്മേ. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതൊന്നും അവർക്കാർക്കും ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ അവരെങ്ങാനും വഴക്ക് പറഞ്ഞാൽ എനിക്കത് വലിയ വിഷമമാവും. പക്ഷെ നീ ഈ ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ എനിക്ക് അതിലേറെ വിഷമാവും. കഴിച്ചേ. കൊള്ളാവോ? എന്താ അവിടെ പരിപാടി? ഒന്നുമില്ല. ആ ചേട്ടാ, അങ്ങനെ ഒന്നുമില്ല. ഇശച്ചിറ്റമ്മ തന്ന ഐസ്ക്രീം ഞാൻ സത്യമായിട്ടും കഴിച്ചിട്ടില്ല. അത് ശരി. എടാ ചാച്ചന്റെ മോനെ, ഇങ്ങോട്ട് വന്നേ. ഇത് നോക്ക്, രണ്ടിന്റെ മുഖത്ത് ഒരേപോലെ ഒരേ കളർ എങ്ങനെയാ വന്നേ? എത്ര ദൂരെ നിന്നും ആര് കണ്ടാലും പറയും രണ്ടുപേരും ഒരേ ഐസ്ക്രീമില് തലയും കുത്തിമറിഞ്ഞ് നീന്തി കളിക്കായിരുന്നു. കറണ്ട് പോവാൻ കണ്ട സമയം. എന്റെ ഭഗവാനെ, ചൂട് കാരണം ലോകം മുഴുവൻ വെന്തുരുകിക്കൊണ്ടിരിക്കുക. ദേ കണ്ടില്ലേ, കറണ്ടും പോയി കാറ്റും പോയി. വീണ്ടും തെരുവിലെ ഫ്യൂസ് പോയെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ പിള്ളേരെ ഒന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോ ഇപ്പൊ വരും വല്യമ്മേ. തെരുവിലെ ഫ്യൂസ് അടിച്ചു പോയോ? ഞാൻ കരുതിയത് ചില ആളുകളുടെ ഫ്യൂസ് മാത്രമേ പോകുന്ന.
അല്ല എളുപ്പം എന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. അല്ല നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നുണ്ടോ? ആ എന്നാലേ വാ അടച്ച് മിണ്ടാതിരിക്കണം. ഓക്കെ? അല്ല നീ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. ഐസ്ക്രീം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ മധുരമായത്. അല്ല നിന്നെ ഞാൻ കുറച്ചുകൂടെ ഐസ്ക്രീം കൊണ്ടുവരാം. ഇവന് നേരത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ നീയും കൂടെ ഉണ്ടെങ്കിൽ ഇവൻ നന്നായി കഴിച്ചോളൂ. ഞാൻ വേഗം കൊണ്ടുവരാം.